നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ല ഏതാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും നല്ല ജില്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. ഇതുവരെ ട്രാവൽ ചെയ്തതിൽ ഇഷ്ടപ്പെട്ട ഒരു ജില്ല ഏതാണ്? ഞാൻ അധികം ട്രാവലിംഗ് നടത്തിയിട്ടില്ല. ട്രാവൽ വെച്ച് ഉള്ള ഇഷ്ടം ബാംഗ്ലൂർ, മൈസൂറാണ്. അതെന്താ മൈസൂർ? അവിടെ ഹിസ്റ്റോറിക്കലായിട്ട് കുറേ ഉണ്ട്. ബാംഗ്ലൂർ ക്ലൈമറ്റ് നല്ലതാണ്, മനുഷ്യൻ നല്ലതാണ്. നമ്മുടെ കേരളത്തിലോ? കേരളത്തിലായിട്ട് നല്ലതാണ്. ഞാൻ ജനിച്ചത് പാലക്കാടാണ്. പാലക്കാട് ക്ലൈമറ്റ് വളരെ ഹോട്ടാണ് അവിടെ, പക്ഷേ അവിടെ നല്ല സ്ഥലമായിട്ട് തോന്നുന്നു. കാണാനെല്ലാം നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തിരുവല്ല, ഈ കുട്ടനാട്, ആ സ്ഥലമൊക്കെയാണ്. ഇപ്പൊ താമസിക്കുന്ന കൊച്ചിയിലല്ലേ? കളമശ്ശേരി. അപ്പൊ ഈ എറണാകുളത്തിനെ പറ്റിയിട്ടല്ലോ? എറണാകുളത്ത് കുമ്പളങ്ങി നല്ല സ്ഥലമാണ്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ള ബസ് ഏരിയ ഒക്കെ അല്ലേ? തിരക്കുള്ള ഏരിയ. ഇപ്പൊ പാലക്കാട് വെച്ച് നോക്കുമ്പോൾ തിരക്കുള്ള ഏരിയ അല്ലേ? അപ്പൊ അതും ഡിഫറൻസ് ആയിട്ട് സ്ഥിരം വരുന്നത് ലുലുമാളാണ്. ലുലുമാളും നല്ല സ്ഥലം. പിന്നെ സെൻട്രൽ സ്ക്വയർ മാള്. പൊതുവെ കൊച്ചി കുഴപ്പമില്ല. മികച്ച ജില്ല അതിപ്പോ ഞാൻ തൃശ്ശൂരിന്ന് വരണേ, അപ്പൊ ഞാൻ എന്താണെന്ന് പറയും. ഞാൻ എറണാകുളം, ഞാൻ ഇവിടത്തെ കാര്യമാണ്. ഇവിടുത്തെ എറണാകുളമാണ്. എല്ലാ സൗകര്യങ്ങളും കൊണ്ടും അതൊക്കെ അതുകൊണ്ടാണ് എറണാകുളം എന്ന് പറയുന്നത്. സ്വന്തം നാടായതുകൊണ്ട് മാത്രമാണ് ഈ എറണാകുളം, തൃശ്ശൂർ അങ്ങനെ പറഞ്ഞത്? വേറെ എന്തെങ്കിലും പറയാൻ റീസൺ ഉണ്ടോ? ഇച്ചിരി സൗകര്യങ്ങള്, മാൾസ് അങ്ങനെയൊക്കെ, മെട്രോപൊളിറ്റൻ അതുകൊണ്ടാണ്. എന്താ തോന്നുന്നത്? അതിപ്പോ ഞാനിവിടെ വന്നിട്ട് അധികമായിട്ടില്ല. അപ്പോ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോ ചെലവ് കാര്യങ്ങൾ ഇവിടെ അല്ലേ കൂടുതല്. അവിടെ ചെലവും ഒക്കെ കുറവാണല്ലോ തൃശ്ശൂർ എന്ന് പറയുമ്പോ. സിറ്റിയാണ് എന്നാലും നാടാണ്, ഒരു നാട്ടിൻപുറമാണ് എന്നുള്ളൊരു സ്ഥലമല്ലേ. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു പീസ്ഫുൾ ആയിട്ട് മലപ്പുറം സ്വന്തം നാടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. സ്വന്തം നാടാണെന്നില്ലാത്ത വേറെ എന്തെങ്കിലും റീസൺ മലപ്പുറം ഇഷ്ടപ്പെടുന്നത്? കാണാൻ കിട്ടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല. കാരണം പുഴകളുണ്ട്, കായലുണ്ട്, കടലുണ്ട്, പിന്നെ അഴിമുഖം, പിന്നെ ഫുഡാണെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെന്താ മലപ്പുറത്ത് കർമ്മ റോഡാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ആയാലും വാട്സപ്പിലായാലും എപ്പോഴും കർമ്മ റോഡാണ്. കേരളത്തിലോ? എറണാകുളം തന്നെ. എന്താ അങ്ങനെ എറണാകുളം എന്ന് പറയാൻ കാരണം? കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്. ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിലാണ് ജീവിച്ചത്. ഇത് ഫസ്റ്റ് ടൈം ലൈക്ക് ഒരു 6 മാസമായിട്ട് ഇവിടെ വന്നിട്ട്. സോ ഐ ഗെസ് കുറച്ചും കൂടി ഫെസിലിറ്റി ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ. ലൈക്ക് അത്രയും ഇപ്പൊ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര ഡെവലപ്ഡ് എല്ലായിട്ടും ഒരു സിറ്റി ആണല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ല ചേഞ്ച് തോന്നി. കമ്പാരിറ്റീവ്ലി എറണാകുളമാണ് കേരളത്തിൽ അങ്ങനെ കുറച്ചും കൂടി. ഞാൻ പോയവരിക്കും എനിക്ക് അറിഞ്ഞവരിക്കും എറണാകുളം ഇസ് ഫാർ ബെറ്റർ. കോഴിക്കോട് എന്ന് പറയാൻ എന്താ കാരണം? കോഴിക്കോട് എന്താ പറയാ, കൂടുതൽ ആളുകൾക്കൊരു പരസ്പരം ഒരു സ്നേഹവും സൗഹൃദമൊക്കെ കണ്ടത് കോഴിക്കോടാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന എറണാകുളമാണല്ലോ. അപ്പൊ കോഴിക്കോട് വെച്ച് നോക്കുമ്പോ എറണാകുളം എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്? എറണാകുളം കുറച്ചും കൂടി വൈഡാണ്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ലോകാണ്, അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് തോന്നിയത്. അപ്പൊ കോഴിക്കോട് ഏറ്റവും ഇഷ്ടം ആ ഒരു ലൈക്ക് പരസ്പരമുള്ള സ്നേഹമാണ്. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും മികച്ച ജില്ല ഏതാണ്? വയനാട്. ഇടുക്കി. സ്വന്തം ജില്ലയാണ് വയനാട്. അപ്പൊ വയനാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? കാലാവസ്ഥ. എനിക്ക് ഇവിടെ ചൂട് പറ്റത്തില്ല. ഇവിടെ ഞാൻ പഠിക്കുന്നത്, പക്ഷെ എനിക്ക് ഇവിടെ ചൂട് പറ്റത്തില്ല. അവിടെ കുറച്ചുകൂടി തണുപ്പുള്ള മിസ്റ്റൊക്കെ കാണാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ നോർമലി ഒത്തിരി ഹെവി മീൻസ് ഇങ്ങനത്തെ ക്ലൈമറ്റ് അത് കാരണം നമുക്ക് അഡാപ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടുന്ന് വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടാണ് ആദ്യം. ഇത്രയും തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടില്ലേ? കോഴിക്കോട്. അതെന്താ കോഴിക്കോട് എന്ന് പറയുന്നത്? നിങ്ങൾ കോഴിക്കോടാണോ? അതുകൊണ്ടാണോ കോഴിക്കോട് അടിപൊളിയാണ്? എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാരല്ലേ, അപ്പൊ ആ സ്വന്തം നാട്ടിൽ മാറിയിട്ട് വേറെ നാട്ടിലോട്ട് പോകുമ്പോ എന്തെങ്കിലും ഭയങ്കര വ്യത്യാസം തോന്നാറുണ്ട്? വ്യത്യാസം ഉണ്ടാവുമല്ലോ. നല്ല വ്യത്യാസം തോന്നാറുണ്ട്.
കേരളത്തിൽ അങ്ങനത്തെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നു. അല്ലാണ്ട് പുറത്ത് പോകുമ്പോഴൊക്കെ കൊടുക്കും. വലിയ വ്യത്യാസമില്ല, ചെറുതായിട്ടൊരു വ്യത്യാസം. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് കോഴിക്കോടാണ്. അല്ല വയനാടാണ്. മാറ്റി പറഞ്ഞു. താമസിക്കാൻ ഇഷ്ടം വയനാടാണ്, വയനാടാണ്. ജീവിക്കാൻ അടിപൊളി വയനാടാണ്. ആ, പക്ഷെ ബാക്കി എല്ലാം കൊണ്ട് കോഴിക്കോടാണ്. കോഴിക്കോടാണ്. എന്താ ഏറ്റവും ഇഷ്ടം കോഴിക്കോട്? കോഴിക്കോട് ഫുഡാണ് ഏറ്റവും സൂപ്പർ ഇതൊന്നല്ല, എന്താ അറിയില്ല, കോഴിക്കോട് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. മികച്ച ജില്ല എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലകൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ വയനാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വയനാട് പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ബ്യൂട്ടിഫുൾ ആകുമ്പോൾ വയനാട് ഇടുക്കിയൊക്കെ അങ്ങനെ ഭംഗിയായിട്ടുള്ളതുകൊണ്ട് അത് നല്ലൊരു മികച്ച ജില്ലകളാണ്. നമ്മുടെ എറണാകുളത്തേക്ക് വരാണെങ്കിൽ ഇവിടെ കുറേ മെട്രോ ആയാലും ലുലു മാളായാലും ഫോറം മാളായാലും അങ്ങനെ കുറേ മാൾസ് ഉണ്ട്, കുറേ സെറ്റപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ എറണാകുളം ഇച്ചിരി ഡെവലപ്ഡ് പരിപാടി ആയതുകൊണ്ട് അങ്ങനെയും ഇവിടെയും മികച്ച ജില്ല എന്ന് തന്നെ പറയാം. ഓരോ ജില്ലയ്ക്കും ഓരോ അതിൻ്റെതായ ഭംഗികളും ഇതും കാര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ജില്ല ഇഷ്ടമാണോ? പർട്ടിക്കുലർ ജില്ല എന്ന് പറയുമ്പോൾ എനിക്ക് താമസിച്ച സൗകര്യമൊക്കെ എല്ലാം നോക്കുകയാണെങ്കിൽ നമ്മുടെ എറണാകുളമാണ്. അതായത് ഏറ്റവും ഒരു മനുഷ്യന് അത്യാവശ്യമുള്ളത് ഹോസ്പിറ്റൽസ് ആണ്. അപ്പോൾ ഹോസ്പിറ്റൽ അതായത് എന്തെങ്കിലും പാമ്പ് കുത്തിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ജില്ലകളാണ് ഇടുക്കിയിലുള്ളതും വയനാടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എറണാകുളമാണ്. എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ മികച്ചൊരു ജില്ല എന്ന് പറയുമ്പോൾ എറണാകുളമായിരിക്കും.